ഹലോ വെൽക്കം ടു ഇൻസൈറ്റ് പോയിൻറ്റ്. തേർഡ് മൊഡ്യൂളിൻ്റെ തേർഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ആൻ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രസൻറ്റ്സ് ദി ഫൈൻഡിങ്സ് ഓഫ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റിൻ്റെ ഫൈൻഡിങ്സ് പ്രസൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, റെക്കോർഡ്സ്, ഓപ്പറേഷൻസ് ഇതൊക്കെ ഇൻഡിപെൻഡൻ്റായി ഓഡിറ്റർ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എക്സാമിൻ ചെയ്തതിന് ശേഷം ഫൈൻഡിങ്സ് ഒരു ഡോക്യുമെൻ്റായി ഓഡിറ്റർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു നല്ല ഓഡിറ്റ് റിപ്പോർട്ടിനുണ്ടാവേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ദി റിപ്പോർട്ട് ഷുഡ് ബി ട്രൂ ആൻഡ് ഫെയർ. ഓഡിറ്റ് റിപ്പോർട്ട് ട്രൂ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് എക്സിബിറ്റ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ട്രൂ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എക്സിബിറ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഫാക്ച്വൽ ഇൻഫോർമേഷൻ. ഫാക്ച്വൽ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ട് മെയ്ഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് എക്സ്പ്രസ് ദി ഒപ്പീനിയൻ ഓഫ് ദി ഓഡിറ്റർ ഓൺ ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അഫയേഴ്സിൻ്റെ മേലുള്ള ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ ഈ റിപ്പോർട്ടിൽ എക്സ്പ്രസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് ബി ഫോഴ്സ്ഫുൾ ആൻഡ് കൺവിൻസിങ്. ഓഡിറ്റ് റിപ്പോർട്ട് ഫോഴ്സ്ഫുൾ ആയിരിക്കണം, കൺവിൻസിങ് ആയിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് ബി ജസ്റ്റിഫൈങ് ദി ബെനിഫിറ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് നോട്ട് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി ഡയറക്ടേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കണം ഈ റിപ്പോർട്ട് ഉണ്ടാവേണ്ടത്, അല്ലാതെ ഡയറക്ടേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ആയിരിക്കരുത്. നെക്സ്റ്റ് പോയിൻറ്റ്, ദി റിപ്പോർട്ട് ഷുഡ് ബി അൺബയാസ്ഡ് ആൻഡ് ഫ്രീ ഫ്രം മിസ്റ്റേക്സ്. ഓഡിറ്റ് റിപ്പോർട്ട് അൺബയാസ്ഡ് ആയിരിക്കണം, ഒരിക്കലും ബയാസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ മിസ്റ്റേക്കിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് നോട്ട് ലെങ്തി. ഓഡിറ്റ് റിപ്പോർട്ട് ബ്രീഫ് ആയിരിക്കണം, ഒരുപാട് ലെങ്തി ആവാൻ പാടില്ല. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് ബി ദി എൻഡ് പാർട്ട് ഓഫ് ദി ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് വർക്കിൻ്റെ എൻഡ് പാർട്ട് ആവണം ഓഡിറ്റ് റിപ്പോർട്ട്. ഇത്രയൊക്കെയാണ് ഒരു നല്ല ഓഡിറ്റ് റിപ്പോർട്ടിന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ്, കണ്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 227 സബ്സെക്ഷൻ 3 അനുസരിച്ച് ഇനി പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിർബന്ധമായും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഏതൊക്കെയാണ് ആ ഇൻഫർമേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വെദർ ദ ഓഡിറ്റർ ഹാസ് ഒബ്റ്റെയിൻഡ് all the information and explanation that he considers necessary for the audit. ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ഇൻഫർമേഷൻസും എക്സ്പ്ലനേഷൻസുമാണോ ഓഡിറ്ററിന് വേണ്ടത് അതൊക്കെ ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിൻറ്റ്, വെദർ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിക്വയർഡ് ബൈ ലോ ഹാവ് ബീൻ കെപ്റ്റ് ബൈ ദി കമ്പനി. ലോ ചില ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ആവശ്യപ്പെടാറുണ്ട്. കമ്പനി കീപ്പ് ചെയ്യുന്ന ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, വെദർ ദി അക്കൗണ്ട്സ് ഓഫ് ദി ബ്രാഞ്ചസ് ഹാവ് ബീൻ ഓഡിറ്റഡ് ഓർ ഹാവ് ബീൻ എക്സംപ്റ്റഡ് ഫ്രം ദി ഓഡിറ്റ്. ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിനെ ഓഡിറ്റിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, വെദർ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആർ ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റിട്ടേൺ ഫ്രം ബ്രാഞ്ചസ്. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബുക്സ് ഓഫ് അക്കൗണ്ടും അതുപോലെ തന്നെ ബ്രാഞ്ചിൽ നിന്നുള്ള റിട്ടേൺസുമായി എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ബ്രാഞ്ചിൽ നിന്നുള്ള റിട്ടേണും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ്, വെദർ എനി അതർ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ആസ് റിക്വയർഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, സർട്ടിഫിക്കറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സിഗ്നേച്ചർ ഓൺ ഓഡിറ്റ് റിപ്പോർട്ട്. ആരാണ് ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നത്? കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 229 അനുസരിച്ച് കമ്പനിയുടെ ഓഡിറ്ററാണ് ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓഡിറ്റ് റിപ്പോർട്ട് 2 ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്ലീൻ റിപ്പോർട്ട്, 2 ക്വാളിഫൈഡ് റിപ്പോർട്ട്.
ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്ലീൻ റിപ്പോർട്ട്? ഒരു കമ്പനിയുടെ അഫയേഴ്സിലും അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഫെയർനെസ്സിലും ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ക്ലീൻ റിപ്പോർട്ട്. ഓഡിറ്ററിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ക്ലീൻ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്താണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്? കമ്പനിയുടെ ഡയറക്ടേഴ്സിൽ നിന്ന് ഓഡിറ്ററിന് കിട്ടുന്ന എക്സ്പ്ലനേഷൻസിലും ഇൻഫർമേഷൻസിലൊന്നും ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ട്രൂ അല്ല എന്ന് ഓഡിറ്ററിന് തോന്നിക്കഴിഞ്ഞാലുമാണ് ഓഡിറ്റർ ക്വാളിഫൈഡ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് ആവുമ്പോഴാണ് ക്ലീൻ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുമ്പോഴാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ആൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദി ഓഡിറ്റർ മേക്സ്. എന്താണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ആണ്. എന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ആണ്? ഓഡിറ്റർ മേക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ആണ്. ഓഡിറ്റർ മേക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ആണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റർ സൈൻ ചെയ്യുകയും ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് റോങ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഓഡിറ്റർ റെസ്പോൺസിബിളുമാണ്, ലയബിളുമാണ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഫസ്റ്റ് വൺ, നേച്ചർ. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയുള്ള ഒപ്പീനിയനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ആണ്. സത്യം മാത്രമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ ഉള്ളൂ. സെക്കൻഡ് വൺ, ബേസ്ഡ് ഓൺ. ഓഡിറ്റ് റിപ്പോർട്ട് ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. എസ്റ്റിമേറ്റിനെയും അസംഷൻസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉള്ളത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഫാക്ട്സിനെയും ഫിഗേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. വൗച്ചേഴ്സ്, ഡോക്യുമെൻ്ററി എവിഡൻസ് ഇവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളത്. നെക്സ്റ്റ് വൺ ആണ് ക്ലെയിം ഓഫ് ട്രൂത്ത്. ഓഡിറ്റ് റിപ്പോർട്ട് 100% ട്രൂ അല്ല, പക്ഷേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് 100% ട്രൂ ആണ്. നെക്സ്റ്റ് വൺ, ഗ്യാരണ്ടി ഓഫ് ട്രൂത്ത്. ഓഡിറ്റ് റിപ്പോർട്ട് ഒരു ടെസ്റ്റ് മാത്രമാണ്, ഗ്യാരണ്ടി അല്ല, പക്ഷേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഗ്യാരണ്ടി ഓഫ് ട്രൂത്ത് ആണ്. നെക്സ്റ്റ് വൺ, ലയബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ. ഓഡിറ്റർ സൈൻ ചെയ്തിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് റോങ് ആയിക്കഴിഞ്ഞാൽ ഓഡിറ്റർ അവിടെ ലയബിൾ ആവുന്നില്ല. അത് ഓഡിറ്ററിൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഓഡിറ്റർ എക്സ്പ്രസ് ചെയ്യുന്ന സ്വന്തം ഒപ്പീനിയൻ മാത്രമാണത്. പക്ഷേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ ഓഡിറ്റർ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് റോങ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ലയബിളാണ്. അതായത് ഓഡിറ്റർ ലയബിൾ ആവുന്നത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് റോങ് ആയി കഴിഞ്ഞാൽ മാത്രമാണ്. ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്ത് അത് റോങ് ആയി കഴിഞ്ഞാൽ ഓഡിറ്റർ ലയബിൾ ആവുന്നില്ല. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്